ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ബീഫ് വെള്ളത്തിലെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറി എല്ലാം റെഡിയാക്കാൻ വേണ്ടി പോകണേണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ റെഡിയാക്കി എടുക്കണേണ്. ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഈ ബീഫ് സ്റ്റൂ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇപ്പോൾ വല്ല പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതുമാത്രമല്ല എനിക്കും മിച്ചായിക്കും ഫേവറേറ്റ് കൂടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ പെരുന്നാൾ വരാൻ കാത്തു നിൽക്കൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. വെള്ളയപ്പോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ആക്കി റെഡിയാക്കി വെക്കും. പിന്നെ ഇത് വൈകുന്നേരം നേരമുണ്ട് ഞാൻ ചെയ്യണത്. പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടിയിട്ട് എല്ലാം വേവിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി പോകണേണ്. പച്ചക്കറി ആയാലും അതേപോലെ തന്നെ നമ്മളുടെ ബീഫ്. പക്ഷേ പച്ചക്കറി ഞാൻ വേവിക്കാറില്ല. പച്ചക്കറി ഞാൻ അരിഞ്ഞ് വെള്ളത്തിലാക്കി ഒരു ഇതാക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. പിന്നെ ഇങ്ങനെ ഉപ്പിൽ വറ്റിച്ച ബീഫ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിന്നു, പിന്നെ എൻ്റെ സ്വാദോട്ട് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എടുത്ത് നിന്നു കേട്ടോ. അതിനുശേഷം ഇച്ചായി കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തൊട്ട അയൽവക്കത്തൊരു കല്യാണം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മണവാട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് രാത്രിത്തെ ഫുഡ് അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ വീട്ടിൽ തിരിച്ച് വന്ന ശേഷം രാത്രിയാകുമ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഓറഞ്ച് തിന്നിട്ടേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓറഞ്ചൊക്കെ തിന്ന് അങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ.